ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് 2024 ഒരു വീഡിയോയും കൂടെ എടുക്കാം. ഇപ്പൊ 2024 ജനുവരി മാസം തീരാറായി എങ്കിലും നമുക്ക് പുതിയതായിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ പലരുടെയും ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 2024 ഒരു റീഡിങ്ങും കൂടെ എടുത്തു നോക്കാം. എങ്ങനെയായിരിക്കും നമ്മൾ 2024 എന്നുള്ളത് ഞാനൊരു പയൽ റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. പയൽ വെച്ചിട്ട് റീഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ എങ്ങനെയായിരിക്കും 2024 വർഷം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ലഭിക്കാൻ പോകുന്നു എന്നൊക്കെ ഒന്നും കൂടെ നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. നമ്മുടെ 2024 നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നു അല്ലെ, ആ ഒരു കാര്യമാണ് ഞാൻ റീഡ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു റീഡിങ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കാം കേട്ടോ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അപ്പോൾ എല്ലാവർക്കും റെസനേറ്റ് ആവുന്നില്ല, റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കാം, അല്ലാത്തവർ വിട്ടേക്കാം. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നമ്മുടെ 2024 നമ്മുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇനി നമുക്കൊരു പയൽ റീഡിംഗ് നോക്കാം. അപ്പോ 2 പയൽ വെച്ചിട്ടുണ്ട്. ആ ഒരു പയൽ റീഡിങ്ങിലൂടെ എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോ ഒന്നാമത് ഞാന് മജീഷ്യനാണ് ഞാൻ വെച്ചിരിക്കുന്ന കാർഡ്. രണ്ടാമത് പേജ് ഓഫ് എർത്താണ്, പേജ് ഓഫ് പെന്റക്കിൾസ്. 2 കാർഡ് ഉണ്ട് കേട്ടോ. അപ്പൊ റീഡിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. ആ ബെല്ലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യണം, ആ ഓൾ ഒന്ന് ടച്ച് ചെയ്യണം. ഇതിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ ആയിട്ട് ആർക്കെങ്കിലും റീഡ് ചെയ്യണമെങ്കിൽ പേയ്മെന്റ് ഉണ്ട് കേട്ടോ, കോൺടാക്ട് ചെയ്യാം. അതുപോലെ ടാരോട്ട് പഠിക്കണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ അയോധ്യയിലെ ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ആശംസിക്കുന്നു കേട്ടോ. തീർച്ചയായിട്ടും യൂണിവേഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു ദൈവിക ശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ റീഡിങ്ങിലേക്ക് കടക്കുന്നു കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ഒന്നാമത്തെ പയലായി മജീഷ്യൻ തിരഞ്ഞെടുക്കാം. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട് പയൽ ചൂസ് ചെയ്യുക. രണ്ടാമത്തെ പേജ് ഓഫ് പെന്റക്കിൾസ് തിരഞ്ഞെടുക്കാം. അപ്പൊ നമുക്ക് മജീഷ്യന്റെ റീഡിങ്ങിലേക്ക് കടക്കാമേ. ഒന്നാമത്തെ റീഡിങ് മജീഷ്യൻ തന്നെ മാനിഫെസ്റ്റേഷൻ ആണ് കേട്ടോ. മജീഷ്യൻ എന്ന് പറയുമ്പോൾ മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകണേ 2024. എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നത് തന്നെയാണ് മാനിഫെസ്റ്റേഷൻ. ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മാനിഫെസ്റ്റേഷനാണ്. എപ്പോഴും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ നിങ്ങളൊരു വ്യക്തിയെ കുറിച്ചാവാം, എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചിന്തയാണെങ്കിൽ അതൊരു മാനിഫെസ്റ്റേഷനാണ്. അതുപോലെ നിങ്ങളൊരു ജോലി വേണം, ആ ഒരു ജോലിയെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ഇല്ല, ജോലി വേണം, അതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എപ്പോഴും ചിന്തയെങ്കിൽ അത് മാനിഫെസ്റ്റേഷനാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും ആവശ്യത്തിന് പണം വേണം, അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീട് വേണം, നിങ്ങളുടെ ചിന്ത ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് കുറച്ച് പണം കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര രൂപ കിട്ടിയിരുന്നെങ്കിൽ ആ കാര്യം ചെയ്യാമായിരുന്നു, അത് ചെയ്യാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പണത്തിനെ നിങ്ങളുടെ ലൈഫിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും. അല്ലെങ്കിൽ വീട് വെക്കാനാണ്, എന്തിനാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിലേക്ക് ആകർഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുക തന്നെ ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ ശക്തിക്കനുസരിച്ചിരിക്കും അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കിട്ടാതെ വരുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, അപ്പോഴത് വീണ്ടും ഡിലേ ആകും. അതാണ് താമസിക്കുന്നതിന്റെ കാരണം. ഓക്കെ, പിന്നെ മജീഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു മാന്ത്രികന്റെ പവർ ഉള്ള ഒരു വ്യക്തിയാണ്. ഇവിടെ കാണുന്നുണ്ട് ഒരു മാലാഖ. അത് ദൈവത്തിൻ്റെതായിട്ടുള്ളതുണ്ട്, ഇൻഫിനിറ്റി ചിഹ്നമുണ്ട്. ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു പവർ അല്ലെങ്കിൽ ഒരു ശക്തി കൂടെയുള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിക്ക് എന്തും സാധ്യമാണ്. ഒരു അമാനുഷിക ശക്തിയുള്ള വ്യക്തിയാണ് ആ ഒരു വ്യക്തി. സാധാരണ മനുഷ്യർക്ക് കഴിയുന്നതിനേക്കാൾ അവർക്ക് എല്ലാ കാര്യവും അവർക്ക് ചെയ്തെടുക്കാൻ കഴിയും. ചിലവരുണ്ട് അങ്ങനെയുള്ളവര്, അവരുടെ കൂടെ അവർ അത്രത്തോളം ഡിവൈൻ പവർ ഉള്ളവരാണ്, ഡിവൈൻ കണക്ഷൻ ഉള്ളവരാണ്. അവർക്ക് അതിനുള്ള
ശക്തിയും ധൈര്യവും എല്ലാം ഉള്ള വ്യക്തികൾ ഉണ്ടാകും. ആ ഒരു വ്യക്തികൾ അവരുടെ ലൈഫിലേക്ക് അവർക്ക് വേണ്ടതിനെ അവർക്ക് കൊണ്ടുവരാൻ കഴിയും. അവർ തന്നെ അവരുടെ ലൈഫിലേക്ക് വേണ്ട സംഭവത്തിനെ അവർക്ക് കൊണ്ടുവരാനുള്ള കഴിവുണ്ട്. ചിലരുടെ ലൈഫിലേക്ക് ചില മാജിക്കുകൾ അല്ലെങ്കിൽ മിറക്കിൾസ് സംഭവിക്കാൻ പോകുന്നുണ്ട് ഈ 2024. അത് നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കും ലഭിക്കാൻ യാതൊരു സാധ്യതയില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. അതിന് യാതൊരു എന്താ പറയുക, അത് എന്റെ ലൈഫിലേക്ക് വരുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല എന്നൊക്കെ നിങ്ങൾ പറയാറില്ലേ. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നു. അവിടെ ഒരു മിറക്കിൾ സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾ പോലും അതെങ്ങനെ എന്റെ ലൈഫിലേക്ക് വന്നു, അല്ലെങ്കിൽ എങ്ങനെ അത് എനിക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് പോലും അറിയാത്ത രീതിയിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. യൂണിവേഴ്സ് ആയിട്ട് അത് നിങ്ങൾക്ക് എത്തിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിലേക്ക്. നിങ്ങൾക്ക് ഒരു സാധ്യതയില്ല, പക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് അത് എത്തും ഈ 2024. ഇത് ആരോടൊക്കെയാ ഞാൻ പറയുന്നു, ആരോടൊക്കെയാന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ബാക്കി കാർഡ് കൂടി എടുക്കാം. 2024 വരാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ്? നല്ല കാര്യമാവാൻ, ചീത്ത കാര്യമാവാം കേട്ടോ. വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കിങ് ഓഫ് പെന്റിക്കിൾസ്, കിങ് ഓഫ് എർത്ത്, സക്സസ്ഫുൾ വരാൻ പോവാണ്. സക്സസ്ഫുൾ, പ്രോസ്പറസ്, ജനറസ്. ഇവിടെ മെഡിറ്റേഷൻ, ഫോർ ഓഫ് സോർട്സ് ആണ്. മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് ചിലർ കേട്ടോ. ത്രീ ഓഫ് ഫണ്ട്, റിന്യൂവൽ, റീബർത്ത് ആണ്. 7 ഓഫ് സോർട്സ്, 10 ഓഫ് സോർട്സ്, ജസ്റ്റിസ്, 10 of wand, page of wand, bottom of the deck, 10 of cup. ഇത്രയും വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന നല്ല കാര്യങ്ങൾ ആദ്യം പറയാം. ചില വ്യക്തികള് വളരെയധികം സക്സസ്ഫുൾ പേഴ്സൺസ് ആകുന്നുണ്ട് കേട്ടോ. വളരെയധികം സക്സസ്ഫുൾ ചിലരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. വളരെയധികം സാമ്പത്തികമായിട്ടുള്ള സ്റ്റെബിലിറ്റിയിൽ എത്തുന്നുണ്ട്. ചിലവര് വളരെയധികം അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അധികം സക്സസ്ഫുൾ, ഒരുപാട് അബണ്ടന്റ് തന്നെ വരുന്നുണ്ട് പലരുടെ ലൈഫിലേക്ക്. ഈ ഒരു 2024 നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിലേക്ക് അബണ്ടന്റ് തന്നെ വരുന്നുണ്ട്. ഒരുപാട് മാജിക് നിങ്ങളുടെ ലൈഫിൽ വരുന്നു. സാമ്പത്തികപരമായിട്ട് ഒരുപാട് ധനികരാകുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ്സിലേക്ക് വളരെ വമ്പൻ നേട്ടങ്ങൾ വരുന്നവരുണ്ട്. അങ്ങനെ ചില നാളുകളുണ്ടല്ലോ, ചില നാളുകാർക്ക് ഇനി അങ്ങോട്ട് അവരുടെ കഴിഞ്ഞ കാലങ്ങളൊക്കെ വളരെ മോശമായിരുന്നു. ആ മോശമായിരുന്ന കാലങ്ങളിലൊക്കെ കഴിഞ്ഞിട്ട് 2024 അവർക്ക് സക്സസ് ആയിട്ടുള്ളൊരു വർഷമാണ്. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ബുദ്ധിമുട്ടിലൂടെ പോയിരുന്നവര് ഒരുപാട് പേരുണ്ട്. ആ നാളുകളിൽ പെട്ടവർക്കൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് അവര് ചിന്തിക്കുന്നതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള സക്സസ്ഫുൾ ആണ് അവരുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത്. അവര് ഭയങ്കരമായിട്ടുള്ള ഒരു അഭിവൃദ്ധിയാണ് അവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. അങ്ങനെയുള്ളവരുണ്ട്. ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നില്ലെന്ന് വെച്ചിട്ട് നിങ്ങൾ അത് എന്റെ റീഡിംഗ് അല്ലെന്നല്ല പറയേണ്ടത്. ഇതിന്റെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങൾ അവരുടെ ലൈഫ് വളരെ മോശമായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് മിഥുനക്കൂറ് ഒക്കെ പറയാൻ പറ്റും. മിഥുനക്കൂറ്, ജെമിനിയൊക്കെ ഈ ഒരു വർഷം 2024 അവരുടെയൊക്കെ മിഥുനക്കൂറ്, കർക്കിടക്കൂറൊക്കെ അവരുടെ ലൈഫിൽ വലിയ എന്താ പറയാ ഐശ്വര്യത്തിന്റെ വർഷമാണ്. 10 ഓഫ് കപ്പ് ഒരു പൂർത്തീകരണം, അവരുടെ നല്ല ഒരു ബ്ലെസ്സിങ്സ് ആയിട്ടുള്ള ഒരു നല്ല ഫാമിലി ലൈഫ്, നല്ല അവരുടെ ലവ് ഒക്കെ അവരുടെ പൂർത്തീകരിക്കുകയാണ്. അത് ലവ് മാരേജിൽ എത്താൻ പോവാണ്. അവരുടെ സ്നേഹം മാരേജിൽ എത്താൻ പോവാണ്. ഒരു ഫാമിലി, നല്ലൊരു ഫാമിലി തീരാൻ പോവാണ്. കുട്ടികളൊക്കെ ഇട്ട് അവരാഗ്രഹിക്കുന്നതെല്ലാം അവരുടെ ലൈഫിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേര് ഈ ഒരു റീഡിങ് കാണുന്നുണ്ട്. ഈ ഒരു പൈല് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഗോളുകൾ നിങ്ങൾക്കുണ്ട്, ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ട്, ഒരുപാട് വിഷൻസ് ഉണ്ട് നിങ്ങൾക്ക്, ഒരുപാട്
നിങ്ങളുടെ ഒരു കുറേ നാളുകളായിട്ടുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളാവാം, നിങ്ങളുടെ ഗോളാവാം. നിങ്ങൾ ആ ഒരു സ്വപ്നത്തിൽ ഇങ്ങനെ കുറേ നാളായിട്ട് അതിനെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അതൊക്കെ നിങ്ങളിലേക്ക് വരികയാണ്. ആ ഒരു സ്വപ്നം, ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു സ്വപ്നം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ചിലർക്ക് ഒരു വീടാവാം. നിങ്ങളുടെ ആ ഒരു വീട്, ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നുണ്ട് 2024. അല്ലെങ്കിൽ ചിലർക്കൊരു ജോലിയാവാം, വിദേശയാത്ര അല്ലെങ്കിൽ ജോലി, അല്ലെ വിദേശ യാത്രയൊക്കെ കാണുന്നുണ്ട്, വിദേശയാത്ര കാണുന്നുണ്ട്. കടൽ കടന്നു പോകാനായിട്ടുള്ള സാധ്യത ആർക്കൊക്കെ ഉണ്ട്. ഈ ഒരു വർഷം നിങ്ങൾ വിദേശത്ത് പോയി ജോലിക്കായിട്ടോ പഠിക്കാനോ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോവണം. നിങ്ങളുടെ ആ ഒരു ഗോൾ, നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിലെത്താൻ പോകണം. നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രയത്നം ലക്ഷ്യം കാണാൻ പോവാണ് ഈ ഒരു വർഷം 2024. അതിനായിട്ട് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം, അതിനായിട്ട് മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്യുന്നുണ്ടാവാം. ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോവാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിലൂടെ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നിരിക്കാം. എന്താ പറയുക, ഭാരം നിങ്ങളുടെ തലയിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളാകാം. ഒരുപാട് ഭാരം, കുടുംബ ഭാരമാകാം, ജോലി ഭാരമാകാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് തലയിൽ പേര് നടക്കുന്ന നിങ്ങളാണെങ്കിൽ നടക്കുന്നവരായിരിക്കും നിങ്ങൾ. അങ്ങനെയുള്ള വ്യക്തികളെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വർഷം നിങ്ങൾക്ക് അതിനൊക്കെ ഒരു സൊല്യൂഷൻ, അതിൻ്റെയൊക്കെ ഒരു എൻഡിങ് ആണ് ഈ ഒരു വർഷം. എൻഡിങ് ആണ് അത്. നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ആ ഒരു അവസ്ഥ, നിങ്ങളുടെ ആ ഒരു ഭാരം അല്ലെങ്കിൽ കുടുംബ ഭാരം എല്ലാത്തിനും നിങ്ങൾക്കൊരു ആശ്വാസം ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു വർഷം. അതിനൊക്കെ ഒരു സൊല്യൂഷൻ നിങ്ങളിലേക്ക് എത്താൻ പോകുന്ന പല ഏത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിലാവും അതിനൊക്കെ ഒരു സൊല്യൂഷൻ തന്നെ. ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് പരിഹരിക്കാൻ പോകണം. അല്ലെങ്കിൽ ജോലിയിൽ കുറച്ചുകൂടെ സാലറി ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും എന്താണ് നിങ്ങൾക്ക് ആ ഒരു സൊല്യൂഷൻ, ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ട സൊല്യൂഷൻ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് വരാം. നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു അവസാനം, അവിടെ ഒരു റീബർത്ത് നടക്കാൻ പോകണം. നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോകുന്നു, അവിടെ ഒരു റീബർത്ത്. ഇവിടെ റീബർത്തിന്റെ കാർഡുകൾ പലതുണ്ട് കേട്ടോ. റീബർത്ത്, റിന്യൂവൽ വന്നിട്ടുണ്ട്, 10 of Fire. 10 of Fire എന്ന് പറയുമ്പോൾ എൻഡിങ് ആണ്. എൻഡിങ്, ഫ്രീഡം. പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അവസാനിക്കുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നത്. നിങ്ങളുടെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു കാലഘട്ടം അവസാനിക്കുകയാണ്. ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാലഘട്ടം അവസാനിച്ചിട്ട് അവിടെ നിങ്ങൾക്ക് റീബർത്താണ്. അതിലൂടെ നിങ്ങൾക്ക് ഒരു ഫ്രീഡം ലഭിക്കാൻ പോവാണ്. അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിലൊരു ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്. ജസ്റ്റിസ് നിങ്ങളുടെ ഒരുപക്ഷെ ചിലരൊക്കെ നിങ്ങളുടെ കർമ്മഫലം അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു എനിക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങള്. കർമ്മഫലം ആയിരിക്കാം. അപ്പൊ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു റീബർത്താണ്, ഒരു ജസ്റ്റിസ് ആയിരിക്കും. ചിലരൊരു കർമ്മയുടെ, നിങ്ങളുടെ ഒരു കർമ്മഫലം ഉണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നമ്മൾ പോകേണ്ടതുണ്ട്. അപ്പൊ കർമ്മയായിരുന്നിരിക്കാൻ ചിലർ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു നീതി ലഭിക്കണം. ആ ഒരു നീതി നിങ്ങൾക്ക് ആ ഒരു പക്ഷെ നിങ്ങൾ കുറച്ച് ചില വ്യക്തികള് നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ളൊരു തെറ്റിന്റെ പേരിൽ നിങ്ങൾക്ക് തെറ്റുണ്ടായിരിക്കും. ഒരു കർമ്മ ഫലം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ അറിയാതെ ചെയ്ത എന്തിന്റെയും തെറ്റിലോ അല്ലെ അറിഞ്ഞുകൊണ്ടുള്ള തെറ്റിന്റെ ഒരു പശ്ചാത്താപം നിങ്ങൾക്കുണ്ടെങ്കിൽ, അപ്പൊ അതിന്റെ പേരിൽ നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട് നിങ്ങൾ അതിൽ വേദനിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടാവാം, മറ്റുള്ളവരാൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവാം. ആ ഒരു സംഭവം നിങ്ങളുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ ആ ഒരു എന്നായാലും സത്യം തെളിയുമല്ലോ. എന്ന് നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് നിങ്ങളെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയാൽ നിങ്ങളുടെ മനസ്സ് അതിൽ വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്നെങ്കിലും അത് തെളിയും, അല്ല എന്നെങ്കിലും അതിനൊരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ചിലർക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നുണ്ട്. ജസ്റ്റിസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ചിലർ ഒരുപാട് നാളായിട്ട് അങ്ങനെ ഒരുപാട് പേരിലൂടെ തെറ്റിദ്ധാരണയിലൂടെ പോയിട്ടുണ്ടാവാം നിങ്ങളുടെ ലൈഫ്. പക്ഷെ യൂണിവേഴ്സ് ആയിട്ട് അങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണയുള്ള നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് മനസ്സ് ഒരുപാട് ദൈവത്തോട് പറഞ്ഞ് വേദനിക്കുന്നുണ്ടാവാം. ഞാൻ ചെയ്തിട്ടില്ലല്ലോ, ഞാനത് സത്യം അതല്ലല്ലോ എന്ന് നിങ്ങൾക്കത് ബോധ്യപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു. ഒരുപക്ഷെ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് കൂടെ പോവേണ്ടത് നിങ്ങളുടെ കർമ്മയായിരിക്കാം.
ആ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോവേണ്ടതുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ. അതുകൊണ്ടാണ് നിങ്ങൾ അതിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ അത് കഴിയുമ്പോൾ നിങ്ങൾ അവിടെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് യൂണിവേഴ്സ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ റിയലായിട്ട് നിങ്ങൾ ആരാണ്, നിങ്ങൾ ശരിക്കും ആരാണ്, നിങ്ങളെ കുറ്റപ്പെടുത്തിയ വ്യക്തികൾക്ക് അതിന്റെ ശിക്ഷ നിങ്ങൾക്ക് എന്താണോ തന്നത് അതുപോലെ തന്നെ അവരുടെ ലൈഫിലും അത് കൊടുത്ത് യൂണിവേഴ്സ് മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ഒരു ജസ്റ്റിസ് നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിലേക്ക് ഈ ഒരു 2024 സംഭവിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ, ഏതെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ കുറ്റം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, മാനസികമായിട്ടോ ഏത് രീതിയിലായാലും നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലേക്ക് ഒരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് കാത്തിരിക്കുക. പലരുടെ ലൈഫില് പുതിയതായിട്ടുള്ള പല തുടക്കങ്ങളും കാണുന്നുണ്ട്. പുതിയതായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. റിന്യൂവൽ, നിങ്ങളുടെ ലൈഫ് ഒന്ന് റിന്യൂ ചെയ്യാൻ പോകണം, ഒന്ന് പുതിയതാകാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പഴയതൊക്കെ ഫുൾ മാറിയിട്ട് പുതിയതായിട്ട് എല്ലാം തുടങ്ങാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലരുടെ ലൈഫ് നിങ്ങൾക്ക് പല കാര്യങ്ങളും പുതിയതാകാൻ പോവാണ് നിങ്ങളുടെ ലൈഫിലേക്ക്. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ചീറ്റിംഗ്, 7 of swords ആയിട്ട് അവയർനെസ്, കോഷൻ, പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടെ വരികയാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. ചില വ്യക്തികളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിവില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിട്ട് കാണുന്നുണ്ട്. പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു അവയർനെസ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പല കാര്യങ്ങളും. അപ്പൊ പലതും നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം കൂടെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആകാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യാൻ ആരൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ആരൊക്കെയോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഹെൽപ്പ് തരാൻ പല കാര്യങ്ങളും, സാമ്പത്തികമായിട്ടുള്ള ഹെൽപ്പ് ആവാം, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഹെൽപ്പ് ആകാം. അതായത് നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങളെ മാനസികമായിട്ട് ഇപ്പൊ നമ്മൾ വല്ലാതെ തളർന്നിരിക്കുന്നു, നമുക്കൊരു നല്ല വാക്കെങ്കിലും പറയാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളുടെ കൂടെ നിൽക്കാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കില്ലേ? അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഹെൽപ്പിനായിട്ട് ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നത്. നല്ലൊരു ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക ഒരു ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ലവറായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 2024 പലരുടെയും ലൈഫിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വരികയാണ്. പുതിയതായിട്ട് ജോലി ലഭിക്കുന്നുണ്ട്, പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പുതിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ തുടങ്ങിക്കോളൂ. നല്ല രീതിയിൽ നിങ്ങൾക്കൊരു പുരോഗതി വരാൻ പോകുന്നു, നല്ല അഭിവൃദ്ധി ഉണ്ടാക്കാൻ പോകുന്നു, ബിസിനസ്സിൽ നല്ല നേട്ടം കാണുന്നുണ്ട്. ഇവിടെ പലർക്കും നിങ്ങളൊരു മാജിക്കൽ പവറുള്ള വ്യക്തികളാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് തുടങ്ങിയാലും നിങ്ങൾക്ക് അത് വമ്പൻ വിജയമാണ്. ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ സക്സസ് ആണ് വരാൻ പോകുന്നത്. കിങ് ഓഫ് എർത്ത് അതായത് എർത്ത് എന്ന് വെച്ച കിങ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞാല് പെൻഡിക്കിൾസ് ആണ്. ആ പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞാൽ പണം. ആ പണത്തിന്റെ ഒരു കിങ് ആവാനുള്ള സാധ്യത പലർക്കും കാണുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ഏതൊരു സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപക്ഷെ നിങ്ങൾ ഒരുപക്ഷെ 10 of swords എനർജി ആയിരിക്കും. അതായത് എല്ലാം അവസാനിച്ചു, ഇനി ഒന്നും എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എല്ലാം അവസാനിച്ചു, ഒന്നും കയ്യിലില്ല, വട്ടപൂജിട്ട് നിൽക്കുന്നവരായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അതുപോലെ അനുഭവിച്ചിരിക്കുന്നവരായിരിക്കാം. ആണെങ്കിൽ പോലും നിങ്ങൾ അവിടെ നിന്നോ പതുക്കെ എണീറ്റ് പതുക്കെ മുന്നോട്ട് ഓരോ കാര്യങ്ങൾക്കും ചുവട് വെക്കുക. തീർച്ചയായിട്ടും സക്സസ് വരും, സക്സസിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യുക. ആ ഒരു ഗോള് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും ചെയ്യുക. വെറുതെ ഇരിക്കാതെ, വെറുതെ നിങ്ങൾ സമയം കളയാതെ നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. ചില വ്യക്തികൾ എന്നുള്ളതാണ്. ചിലര് സ്റ്റാർട്ട് ചെയ്തു, അവരുടെ സക്സസ്ഫുൾ, അതായത് സക്സസിന്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുന്നുണ്ട് ചില വ്യക്തികൾ. ചിലര് കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലെല്ലാം നഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്നൊന്ന് പതുക്കെ മുന്നോട്ടേക്ക് ചുവട് വെക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് സക്സസ് തന്നെ വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും എത്തും.
വിദേശയാത്രയൊക്കെ തീർച്ചയായിട്ടും കാണുന്നുണ്ട് പലർക്കും ഫാമിലിയായിട്ട് വിദേശത്ത് പോകാം. ചിലർക്ക് ഫാമിലിയായിട്ട് വിദേശത്ത് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശയാത്രയുണ്ട്, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് വിദേശത്ത് പോവാം, അങ്ങനെയൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. ജോലിയായിട്ട് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം, ഒരുപക്ഷെ പഠിത്തം കഴിഞ്ഞ് ജോലി അവിടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിങ്ങൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇറങ്ങിക്കോളൂ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ തൂവലൊക്കെ കാണുന്നുണ്ടാവാം. ഇവിടെ തൂവലൊക്കെ ധാരാളം കാണുന്നതായിട്ട് കാണുന്നുണ്ട് പലരും. നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ഒരു ഗോള്, നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ പോകുന്നതിന്റെ ഒരു സൂചനയാണ് കേട്ടോ. ചിത്രശലഭത്തെ കാണുന്നുണ്ടാവാം ഒരുപാട്. വൈറ്റ് ചിത്രശലഭമൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ആ മാനിഫെസ്റ്റേഷൻ അടുത്ത് വരുന്നതൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു നല്ല റീഡിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു റീഡിംഗ് തെരഞ്ഞെടുത്തവർക്ക് തീർച്ചയായിട്ടും മാജിക്കൽ പവർ ഉള്ള വ്യക്തികളൊക്കെ ഈ ഒരു റീഡിങ്ങിൽ എത്തിയിട്ടുണ്ടാവും, ഈ ഒരു റീഡിംഗ് സെലക്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി രണ്ടാമത്തെ ഫയൽ നോക്കാമേ. രണ്ടാമത്തെ ആണെങ്കിൽ പേജ് ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് എർത്ത് ആണ്. സ്റ്റഡീസ്, നിങ്ങൾ പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവരെ കാണുന്നുണ്ട്. വിദേശയാത്ര, വിദേശത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് വിസ വന്നിട്ടുണ്ട്. ചിലർക്ക് വിസ ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. ഈ 2024 നിങ്ങൾക്ക് വിസ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, പഠിക്കാൻ പോകാൻ വിസ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വരികയാണ്, വിസ വരാൻ പോവാണ്. നിങ്ങൾക്ക് പോകാൻ ഉറപ്പായിട്ടും കഴിയും. ഈ ഒരു സെക്കൻഡ് ഫയൽ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾക്ക് പുതിയ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ജോലിക്കുള്ള ലെറ്റർ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് ഇന്റർവ്യൂവിന് പോകാനുള്ള മെസ്സേജ് അല്ലെങ്കിൽ ലെറ്റർ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് പുതിയ ജോലി ലഭിച്ചിട്ട് ആദ്യ സാലറി കിട്ടിയതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു വർഷം ജോലി ലഭിക്കാൻ പോകുന്നു, ആദ്യ സാലറി വാങ്ങാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ജോലി കിട്ടുമോ ഇല്ലെന്ന് വിഷമിച്ചിരിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഈ വർഷം ലഭിക്കും. നിങ്ങൾക്ക് ആദ്യ സാലറി നിങ്ങൾക്ക് വാങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. പലർക്കും സാമ്പത്തികം, നിങ്ങൾ ഏതെങ്കിലും മേഖലയിലൂടെ സാമ്പത്തികം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരു സഹായം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് വല്ലതും ഒരു ലോണോ വല്ലതും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് ഈ വർഷം ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കും. നമുക്ക് ബാക്കി കാർഡോട് നോക്കാം. (2024) റീഡിംഗ് ആണ്. എന്തൊക്കെയാണ് ഈ 2024 നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നോക്കാം. 5 ഓഫ് വാണ്ട് ആണ്. 5 ഓഫ് വാണ്ട്, സൺ, സക്സസ്. 4 ഓഫ് പെന്റക്കിൾസ്, 4 ഓഫ് വാട്ടർ, 4 ഓഫ് കപ്പാണ്. 9 ഓഫ് എർത്ത്, ലക്ഷറി. ചിലർക്ക് ലക്ഷറി ആണ് കേട്ടോ. ചില ലേഡീസ് ലക്ഷറിയിൽ എത്താൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. 6 ഓഫ് പെന്റക്കിൾസ്, ദ വീല്. ചിലരുടെ ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഈ രണ്ടാമത്തെ ഫയല് കാണുന്ന ഭയങ്കര ലക്ഷറീസ് ആണ്, ലക്ഷറിയസ് വ്യക്തികൾ. അതായത് ക്യൂൻ ഓഫ് എർത്ത്. സത്യം, ലോട്ടറി ഒക്കെ അടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് രണ്ടാമത്തെ ഫയല് സെലക്ട് ചെയ്തവർക്ക്. കിങ് ഓഫ് എയർ, സ്ട്രെങ്ത്. ബോട്ടം ഓഫ് ദ ഡെക്ക് സ്ട്രെങ്ത് ആണ്. ഇപ്പൊ രണ്ടാമത്തെ ഫയൽ അടിപൊളിയാണ്. ഒന്നും കൂടെ അതിനേക്കാൾ ബെറ്റർ ആണ്. ആദ്യത്തെയും ബെറ്റർ ആണ്, അതിനേക്കാൾ ബെറ്റർ ആണ് രണ്ടാമത് കാണുന്ന ഫയൽ. ഫുള്ള് ലക്ഷറീസ് ആണ് കാണുന്നത്. ഫുള്ള് ഇവിടെ ഉണ്ടോ എല്ലാം. ഇവിടെ നെഗറ്റീവായിട്ടുള്ള കാർഡുകളാന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടതിനേക്ക് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട് കേട്ടോ. എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ്സോ അല്ലെങ്കിൽ കഴിഞ്ഞത് എന്തൊക്കെയോ നഷ്ടപ്പെട്ടത് ഓർത്തിട്ട് വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങൾ അതിന്റെ ആവശ്യമില്ല. നിങ്ങളൊന്ന് ചാടി എണീറ്റ് നിങ്ങളുടെ നിങ്ങളുടെ ഇനി അങ്ങോട്ട്, അതായത് കഴിഞ്ഞ 2023 വർഷം അല്ലെ 22-23 വർഷങ്ങൾ ഫുള്ള് നിങ്ങൾക്ക് നഷ്ടങ്ങളുടേതായിരിക്കാം. ആ ഒരു കാര്യം ഓർത്ത് വിഷമിച്ച് ഇപ്പോഴും ഇരിക്കുന്നവരാണ്. ഇനി ഈ വർഷവും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, മുന്നോട്ട് പോയാൽ എന്ത് എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവരാണ് ആ നഷ്ടങ്ങൾ ഓർത്ത്.
അങ്ങനെ നഷ്ടപ്പെട്ടിരിക്കേണ്ട. നിങ്ങളുടെ വീൽ ഇതുകൊണ്ടോ, വീല് കറങ്ങി നിങ്ങളുടെ ഭാഗ്യ സമയത്തിലേക്ക് എത്തി. നിങ്ങൾ എണീക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ എണീക്കൂ. ഈ ചുറ്റിനും കാണുന്ന ഫുള്ള് പോസിറ്റീവ് കാർഡ്സ് ആണ്. നിങ്ങൾ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് കാണണം. ധൈര്യമുള്ളവരാണ്, നല്ല കറേജ്, ധൈര്യമുള്ളവരാണ്, നല്ല എന്താ പറയാ, വളരെ സ്ട്രോങ് ആണ്, ദൈവികമായിട്ടുള്ള ഒരു കണക്ഷൻ ഉള്ളവരാണ്, സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഇവിടെ എന്താണ്, എനിക്കിപ്പോ കാർഡുകളെല്ലാം കണ്ടിട്ട് എന്താ പറയേണ്ടെന്ന് അറിയില്ല. നിങ്ങളുടെ ഭാഗ്യ സമയം, നിങ്ങളുടെ ഭാഗ്യം കണ്ടോ, ഭാഗ്യം വന്നു തുടങ്ങും. ഭാഗ്യ ദേവത നിങ്ങളുടെ അടുത്ത് എത്തുക. ലക്ക്, പ്രോഗ്രസ്, ചേഞ്ചസ്. എനിക്ക് തോന്നുന്നു ലോട്ടറി അടിക്കാനുള്ള സാധ്യത ആർക്കൊക്കെയും ഉണ്ട്. ഇപ്പൊ ഈ പറയുന്ന ഇപ്പോഴത്തെ 2024 ബമ്പർ അല്ലേ, ബമ്പർ ഒരുപക്ഷെ ഇത് കാണുന്ന ആർക്കെങ്കിലും ഒക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്, ബമ്പർ ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ മുഴുവൻ കാണുന്ന കണ്ടോ, സൺ, സക്സസ്, 9 ഓഫ് എർത്ത്. ഇതുകൊണ്ട് ഇത് ലക്ഷറിയാണ്. ഒരു ലക്ഷറീസ് ആയിട്ടുള്ള ലേഡിയെ കാണുന്നുണ്ട്. ഇതും ലക്ഷറീസ് ആയിട്ടുള്ള ലേഡിയാണ്. ഇതുകൊണ്ടോ, അവരൊരു നിധിയുടെ മേളിലാണ് ഇരിക്കുന്നത്. ഇവിടെ സണ്ണ്, സക്സസ്, സന്തോഷം, ഹാപ്പിനെസ്. 6 ഓഫ് എർത്ത് എന്താണ്, ഇതും അതുപോലെ തന്നെ കണ്ടോ. ഇത് കണ്ടോ, അവർക്ക് ചുറ്റിനും പെൻഡിക്കിൾസ്. ഒരു മാലാഖയാണ്, ദൈവം, ഒരു മാലാഖ നിങ്ങളുടെ അടുത്തേക്ക് നിറയെ സ്വർണ്ണ നാണയങ്ങളുമായിട്ട് വരുവാണ്, നിങ്ങൾക്ക് തരികയാണ്. ചാരിറ്റി ഒക്കെ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരികയാണ്. പാവങ്ങളെ സഹായിക്കാനൊക്കെ ഉള്ള ഒരു അവസരം നിങ്ങൾക്ക് വരികയാണ്. നിങ്ങൾക്ക് ഇത് കിങ് ഓഫ് എയർ ഒരു നല്ലൊരു എന്താ പറയാ, നല്ലൊരു വ്യക്തി തന്നെ, സാമ്പത്തികമുള്ള നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു കിങ് ആയിട്ടുള്ള വ്യക്തിയാണ് കാണുന്നത്. പിന്നെ ക്യൂൻ ഓഫ് എർത്ത്. ആരൊക്കെയോ ഒരു കിങ്ങും ക്യൂൻ എനർജിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ക്യൂൻ ഓഫ് എർത്ത് എന്താണ്, ഒരു മുപ്പത്തിനകത്തൊരു കിങ് ഓഫ് എർത്തിന്റെ എനർജിയാണ് ഇന്ന് ഇതിനകത്ത് ക്യൂൻ ഓഫ് എർത്ത്. അതായത് ഇവിടെ ഒരു ലേഡീസ്, ഏതൊക്കെയോ ലേഡീസ് ഭയങ്കര ലക്ഷറീസ് ആയിട്ട് ആകാം, ആ ലക്ഷറിയിലേക്ക് എത്താൻ പോകുന്നുണ്ട് ഈ ഒരു 2024. ഏതൊക്കെയോ ഒരു ലേഡീസിന്റെ എനർജിയാണ് ഇവിടെ എനിക്ക് കൂടുതൽ കാണുന്നത്. അതുകൊണ്ടോ ഇവിടെ ഇതൊരു ലേഡിയാണ്, ലക്ഷറിയാണ്. അവര് ലക്ഷറിയിൽ ജീവിക്കുന്ന ഒരു ലേഡി. 9 ഓഫ് എർത്ത്, 9 ഓഫ് പെന്റിക്കിൾസ്. അതായത് സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏൺ ചെയ്ത്, സ്വന്തം അധ്വാനത്താൽ ഏൺ ചെയ്തിട്ട് ഒരു ലക്ഷറി ആയി മാറിയിരിക്കുന്ന ഒരു ലേഡിയുടെ എനർജി ഇവിടെ കാണുന്നത്. ഇതും അതുപോലെ ക്യൂൻ ഓഫ് എർത്ത്. ഇതുണ്ടോ, ക്യൂൻ ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ ക്യൂൻ ഓഫ് പെന്റിക്കിൾസ്, പണത്തിന്റെ ഒരു രാജ്ഞി ക്യൂനാണ്. ആരൊക്കെ ക്യൂൻ ആകാൻ പോകുന്നുണ്ട്, ആരൊക്കെ, നിങ്ങൾ ഏതൊക്കെയോ ലേഡീസ്. ഒരുപക്ഷെ ഇത് എന്റെയും കൂടെ എനിക്ക് റീഡിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനും ആഗ്രഹിക്കുന്നു ഇതുപോലത്തെ ഒരു എനർജി, ഇതുപോലത്തെ ഒരു ലക്ഷറീസ്, ഒരു ഇൻഡിപെൻഡന്റ് ലേഡി ആയി തീരാനും, ഒരു ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയിൽ ഒരു ലേഡി ആയി തീരാനും ഈ 2024 ആയിത്തീരാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഇത് എന്റെ ഒരു റീഡിങ്ങും കൂടി ആയിട്ട് ഞാൻ എന്നെ എടുക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതുപോലെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ. അപ്പൊ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങളെ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ആഗ്രഹിക്കുക, നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നല്ല രീതിയിൽ തനിച്ച് കഷ്ടപ്പെട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏൺ ചെയ്ത് വരുന്ന ഏതെങ്കിലുമൊക്കെ ലേഡീസ് ആണ് നിങ്ങളും ആഗ്രഹിക്കൂ. ഈ 2024 വർഷം എന്റെ സക്സസിന്റേതാണ്. എന്റെ ലൈഫിൽ സൂര്യൻ ഉദിച്ചു. വീൽ ഓഫ് ഫോർച്യൂൺ. വീൽ എന്ന് പറയുമ്പോൾ ലക്കാണ്, ആ ഭാഗ്യം ചക്രം കറങ്ങി നിങ്ങളുടെ ഭാഗ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. പ്രോഗ്രസ്, പുരോഗതി, ലക്ക്, ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ മാറ്റും. കണ്ടോ, ഭാഗ്യത്തിന്റെ കാർഡാണ് വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പൊ ഇവിടെ എനിക്ക് എല്ലാം അങ്ങനെയാണ്. ഇത് 4 ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ സമ്പത്ത് നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ ആ നിധിക്കുള്ളിൽ ഇരിക്കുകയാണ്. നിങ്ങളുടെ നിധി പേടകത്തിന്റെ മേളിൽ കയറി ഇരിക്കുകയാണ് നിങ്ങളുടെ. അപ്പൊ നിങ്ങൾ ആരൊക്കെയോ നിധി നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ പോകുന്നുണ്ട്, ആരുടെയൊക്കെ കയ്യിലേക്ക് നിധി വരാൻ പോകുന്നുണ്ട്. നിധി പേടകം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്, അതായത് നിധി ലഭിക്കാൻ പോവാണ്. ഒരുപക്ഷെ ബമ്പർ അടിക്കാൻ പോകുന്നുണ്ടാവാം ഇത് കാണുന്ന ആർക്കെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിധി ലഭിക്കാൻ പോകുന്നുണ്ടാവാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് നിധി വരുന്നുണ്ട് ഈ 2024. ഒരുപക്ഷെ അത് എനിക്കും ആവാം അല്ലെ, ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്നു കേട്ടോ. ഈ 2024 എനിക്കും ഈ ഒരു എനർജിയിൽ ഒരു ലക്ഷറീസ്, അതായത് ക്യൂൻ ഓഫ് എർത്ത് എനർജി ഇതൊക്കെ വരാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾക്ക് ആഗ്രഹിച്ചെങ്കിലേ ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യം യാതൊരു കാര്യമില്ല. ഇവിടെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് 2024 നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക്, ആരുടെയൊക്കെ ലൈഫിലേക്ക് വരികയാണ്. ഈ ഒരു റീഡിങ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു 2024
ചേഞ്ച് ആവുന്ന അല്ലെങ്കിൽ രാജയോഗം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പോകുന്നവരുടെ റീഡിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു റീഡിംഗ് കാണുന്ന വ്യക്തികളൊക്കെ രാജയോഗത്തിലേക്ക് വരാൻ പോകുന്നവരാണ്. 2024 രാജകീയ പദവിയിൽ ജീവിക്കാൻ പോകുന്നവരാണ്. രാജയോഗം, ചിലർക്ക് രാജയോഗമൊക്കെ വരികയാണ് ചില നാളുകാർക്ക്. ആ നാളുകാരുടെ റീഡിംഗ് ആയിട്ട് ഇതെനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നു. കിട്ടിയ കാർഡുകളെല്ലാം കണ്ടിട്ട് ഞാൻ തന്നെ ബോധം കെട്ട് പോകുന്ന ഒരവസ്ഥയിലാണ്. ആദ്യം വന്നിരിക്കുന്നുണ്ടോ സണ്ണാണ്, സക്സസ്. സൺ വന്നാൽ ലൈഫിലേക്ക് സക്സസ് ആണ് വരുന്നത്. മാലാഖയാണ്, എല്ലാ കാർഡുകളിലും മാലാഖയുണ്ട്, ഏഞ്ചൽ ഉണ്ട്. യൂണിവേഴ്സ് നമുക്ക് സക്സസ് തരാൻ പോകുന്ന ആർക്കൊക്കെ. അതുപോലെ അതിന്റെ താഴെ 9 ഓഫ് എർത്ത്, ലക്ഷറി. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങളൊരു ലക്ഷറി ലൈഫിലേക്ക് പോകുന്നു. അതുപോലെ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം കഴിഞ്ഞ കാലങ്ങളിൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കഷ്ടപ്പാട് നിങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ അധികം കഷ്ടതയിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാത്തൊരു ലക്ഷറി ലൈഫ് ഉണ്ട്. ഇത് 100% സത്യമാണ്. 100%, 100 അല്ല 200% സത്യമാണ്. യൂണിവേഴ്സ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളൊരു കഷ്ടകാലം നിറഞ്ഞ ലൈഫിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾ പതുക്കെ ഇഴഞ്ഞു നീങ്ങി പതുക്കെ നിരങ്ങി നിങ്ങൾ ആരും സഹായിക്കാനില്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് മുന്നോട്ടേക്ക് ദൈവം മാത്രം സഹായത്തിനായിട്ടുള്ള നിങ്ങൾ, ദൈവം മാത്രമേ ഉണ്ടാവൂ. ആ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കൈപിടിച്ച് ദൈവം കൈപിടിച്ച് നടത്തി നിങ്ങളെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷറിയസ് ലൈഫ് ഉണ്ട്. ഇത് ഞാൻ ഉറച്ചു തന്നെയാണ് പറയുന്നത്, ഉറച്ചു പറയുകയാണ്. ഇത് ഞാൻ ആരോടൊക്കെയോ പറയുന്ന റീഡിംഗ് ആണ്. ഒരുപക്ഷെ എന്നോട് തന്നെയാവാം. അപ്പൊ ആ ഒരു ലൈഫിൽ നിങ്ങളുണ്ട്. ഞാൻ ആ ഒരു അവസ്ഥയിൽ എത്തുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ഇത് ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഈ 2024 ഈ ഒരു അവസ്ഥയിൽ ആരൊക്കെ എത്താൻ പോകുന്നുണ്ട്? ഒരുപക്ഷെ ഞാൻ തന്നെയാവാം. അങ്ങനെ ഞാൻ വീണ്ടും പറയുകയാണ്, ഞാനൊരു ആഗ്രഹിക്കുന്നുണ്ട്. യൂണിവേഴ്സ് എന്നെയും ആ ഒരു അവസ്ഥയിൽ എത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ അങ്ങനെ ചിന്തിക്കണം, അങ്ങനെ തന്നെ ചിന്തിക്കുന്നു. കണ്ടോ, ഈ കാർഡുകളൊക്കെ കണ്ടിട്ട് എനിക്കങ്ങ് അറിയില്ല എന്താ സംഭവം. എനിക്ക് തന്നെ എന്റെ മനസ്സിലങ്ങ് സന്തോഷം നിറഞ്ഞു കവിയുവാണ്. എനിക്ക് ഈ ഒരു റീഡിങ് വായിക്കുമ്പോഴത്തേക്കും ഇതുണ്ടോ 4 ഓഫ് എർത്ത് വന്നിരിക്കുന്നുണ്ടോ? അവരാ നിധിയുടെ പുറത്തിരിക്കുകയാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. യൂണിവേഴ്സ് കൊണ്ടുവരാൻ പോവുകയാണ്. നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ച് കാത്തിരിക്കുകയാണ് യൂണിവേഴ്സ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അത്രയും കണ്ണുനീര് ഒരുക്കിയിട്ടുണ്ടാവാം. ആരും സഹായിക്കാനില്ലാതെ നിങ്ങൾ അത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവാം. ആ കണ്ണുനീരൊക്കെ യൂണിവേഴ്സ് കണ്ടിട്ടുണ്ടാവാം. സത്യത്തിൽ ഈ ഒരു റീഡിംഗ് എടുക്കുമ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണുനീര് വരികയാണ് കേട്ടോ, ആനന്ദ കണ്ണീര്. നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലൂടെ വന്നിട്ടുണ്ടാവാം. നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവാം. പക്ഷെ അവിടെ നിങ്ങളെ യൂണിവേഴ്സ്, ദൈവം, നിങ്ങൾ വിളിക്കുന്ന ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ സ്ട്രോങ് ആക്കി നിർത്തി. ഇത് കണ്ടോ, സിംഹത്തിന്റെ തലയിൽ പിടിച്ച് നടന്നു പോകുന്ന ഒരു ലേഡി. അവളുടെ പ്രശ്നങ്ങളെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഈ സിംഹത്തിനെ പോലെ, ഇതാണ് അവളുടെ പ്രശ്നങ്ങൾ. ഈ സിംഹം, അവൾക്ക് ദൈവത്തിന്റെ ഒരു ശക്തിയുണ്ട്. ദൈവമാണ് അവൾക്ക് തുണയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെയൊക്കെ തട്ടി എറിഞ്ഞ് അവൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ടേക്ക് പോയി അവളുടെ ജീവിതത്തിൽ മുന്നേറിയെത്തിയിട്ടുണ്ട്. എല്ലാ പ്രശ്നത്തിനെയും തരണം ചെയ്ത് അവൾ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു നിമിഷം അവൾക്ക് ഈ ഒരു എനർജിയാണ് ഈ കാണുന്ന ക്യൂൻ ഓഫ് എർത്ത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് ആരും സഹായിക്കാതെ, ആരുടെയും സഹായമില്ലാതെ ദൈവത്തിന്റെ മാത്രം സഹായം കൊണ്ട് അവൾ ഈ ഒരു എനർജിയിൽ ഇപ്പൊ എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ 2024 എത്താൻ പോവാണ്. ഏതോ ഒരാളല്ല, ഒരുപാട് പേരുണ്ടാവും. ആരുടെയൊക്കെ റീഡിംഗ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്കിത് റീഡിങ് എടുക്കുമ്പോൾ സന്തോഷം കൊണ്ട് എന്റെ വാക്കുകളൊക്കെ ഇടറുകയാണ് കേട്ടോ. ഈ റീഡിങ് കാത്തിരിക്കുന്ന ആരൊക്കെയോ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തൊക്കെയോ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. നിങ്ങളുടെ പ്രിയപ്പെട്ടതായിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. നിങ്ങളുടെ വീട്, നിങ്ങളുടെ സ്വത്ത്, പണം എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങൾ സീറോയിലായിരുന്നിരിക്കാം. ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ വരാൻ പോകുന്ന ക്യൂൻ ഓഫ് എർത്ത് എന്ന എനർജിയിലേക്കാണ്. യൂണിവേഴ്സ് ആണ് നിങ്ങളെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ചിലവർക്ക് ഒരു കിങ്ങിന്റെ സഹായം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയായിരിക്കും ഒരുപക്ഷെ ക്യൂൻ ഓഫ് എനർജിയിലേക്ക് വരുന്ന ചില വ്യക്തികൾ കേട്ടോ. ചിലപ്പോൾ അങ്ങനെയാവാം. ചിലർക്ക് ഇവിടെ ക്യൂൻ എനർജിയും കൂടെ എനിക്കിവിടെ കാണുന്നുണ്ട്. ഒരു കിങ്ങിന്റെയും ക്യൂണിന്റെ എനർജി ഉണ്ട്. ആ ഒരു ഭാഗ്യ സമയം യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരുന്ന ഒരു ഭാഗ്യ സമയത്തിലേക്ക് നിങ്ങൾ എത്തുകയാണ്.
ചിലർ ഒരുപക്ഷെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം സോൾമേറ്റിലെ ആ ഒരു എനർജിയിൽ നിങ്ങളുടെ കിങ്ങിനെ കണ്ടുമുട്ടുന്നുണ്ടാവും. നിങ്ങളുടെ കിങ് ക്യൂൻ എനർജി കിങ്ങും ക്യൂനും വന്നിട്ടുണ്ട്. അതായത് കിങ്ങും ക്യൂനും ഒരു ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് ആണ്, സോൾമേറ്റ് എനർജിയാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു കിങ് ക്യൂന് നിങ്ങളുടെ ആ ഒരു സോൾമേറ്റിനെ കണ്ടുമുട്ടി നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിൽ കൂടി ചേരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ആ ഒന്നിക്കേണ്ട ഒരു സമയം 2024 എത്തുകയാണ്. അതോടെ നിങ്ങളുടെ ലൈഫിലേക്ക് വലിയൊരു അബണ്ടന്റ് വരികയാണ്, ലക്ഷറി വരികയാണ് നിങ്ങളുടെ ലൈഫിലേക്ക്. നിങ്ങളൊരു ലക്ഷറീസ് ആയിട്ടുള്ള വുമൺ ആയിട്ട് മാറാൻ പോകുന്നുണ്ട് ഈ ഒരു അവസ്ഥയിലൂടെ. നിങ്ങൾ ഒരുപാട് പേർക്ക് ചാരിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലേഡിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ചാരിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഒരുപാട് പേരെ സഹായിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ എന്താ പറയുക, ഒഴുകി വരികയാണ് നിങ്ങളുടെ ലൈഫിലേക്ക്. പണം ഒഴുകി വരാൻ പോവാണ്, നിങ്ങളുടെ ലൈഫിലേക്ക് ഒഴുകി വരാൻ പോവാണ് പണം. നിങ്ങൾ ഒരുപാട് പേരെ സഹായിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് പേരെ നിങ്ങൾ ഈ 2024 നിങ്ങൾ സഹായിക്കും, പണം കൊടുത്ത് പല രീതിയിലും നിങ്ങൾ ഒരുപാട് പേർക്ക് സഹായമാകാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് നിങ്ങൾ അനുഗ്രഹമായി തീരാൻ പോകുന്നുണ്ട്. ഒരുപാട് പേർക്ക് അനുഗ്രഹമായി തീരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പലരും ലൈഫിലേക്ക് ഒരുപാട് സന്തോഷങ്ങളാണ് വരാൻ പോകുന്നത്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. എന്താണ് ഈ റീഡിങ്ങിന് പറയേണ്ടത് എനിക്കറിയില്ല. ഈ ഒരു റീഡിങ് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആർക്കൊക്കെയോ ഈ റീഡിങ് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ചിരി വരുന്നുണ്ടായിരിക്കും ചിലര്. പക്ഷെ ഇപ്പൊ ചിരിക്കുന്ന ആ വ്യക്തികൾ ആരൊക്കെയോ 2024 എത്തുമ്പോൾ, 24ന്റെ അവസാനത്തോടെ എത്തുമ്പോൾ ഞാൻ ഈ പറയുന്ന എനർജിയിലായിരിക്കും പലരും. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഒരു റീഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയം നിങ്ങൾ എന്നെ അറിയിക്കണം. ആർക്കെങ്കിലും ഒക്കെ ആ ഒരു എനർജി വന്നെങ്കിൽ. ഇപ്പൊ എന്ന് പറയുമ്പോൾ ഇനി നിങ്ങളുടെ മുന്നിൽ മാസങ്ങൾ കിടക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഇതൊരു കേൾക്കുമ്പോൾ നിങ്ങൾ ആരും അത് മൈൻഡ് ചെയ്യില്ല, നിങ്ങൾ വെറുതെ ചിരിക്കും. നമ്മൾക്ക് ഭാഗ്യം വരാനായിട്ട് നിമിഷങ്ങൾ മതി. നിങ്ങളുടെ സമയം വീൽ ഓഫ് ഫോർച്യൂൺ ഭാഗ്യ സമയത്തിലേക്ക് ഒന്ന് കടന്നിട്ടുണ്ടെങ്കിൽ ആ നിമിഷം നിങ്ങൾക്ക് ഭാഗ്യം വരും. ഇപ്പൊ നാളത്തെ 2 ദിവസം കണ്ടുള്ള ബമ്പർ ലോട്ടറി നറുക്കെടുപ്പിന് അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അടിക്കുമോ അല്ലെന്ന് നിങ്ങൾക്കെങ്കിലും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അത് എനിക്ക് അടിക്കില്ല എന്ന്? അപ്പൊ നിങ്ങൾക്കത് ഉണ്ടാവാം. അല്ലെങ്കിൽ ആ ഭാഗ്യം ലോട്ടറി അല്ലെങ്കിൽ ഭാഗ്യം നിങ്ങളുടെ ലൈഫിലേക്ക് വേറെ ഏതെങ്കിലും വഴിയിലൂടെ വരാമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നാളെ എന്താ സംഭവിക്കും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, എനിക്ക് വഴി കടന്ന് കുറച്ച് രൂപ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ഈ പ്രശ്നത്തിന്, അല്ലെങ്കിൽ ഒരു നിധി കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്വർണ്ണമാല കിട്ടി, അങ്ങനെയൊക്കെ നിങ്ങളൊക്കെ ആരായാലും ആഗ്രഹിക്കാറില്ലേ? അല്ലെങ്കിൽ എനിക്കൊന്ന് എന്റെ ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും കുറച്ച് പൈസ ആരെങ്കിലും തന്ന് സഹായിച്ചിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഏതെങ്കിലും വഴിയിലൂടെ യൂണിവേഴ്സ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വ്യക്തികളെയും സാഹചര്യങ്ങളെയും നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പൊ നിങ്ങളെ ആരും സഹായിക്കുന്നില്ലല്ലോ, എന്റെ ബന്ധുക്കൾ സഹായിക്കുന്നില്ല, സുഹൃത്തുക്കളെ സഹായിക്കുന്നില്ല എന്ന് നിങ്ങൾ വിഷമിക്കുമ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വ്യക്തികളെയും സാഹചര്യങ്ങളെയും ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് ദൈവം എത്തിക്കുന്നത്. എനിക്കത് അനുഭവം ഉണ്ട്, അതാണ് ഞാൻ പറയുന്നത്. എന്നെ സഹായിക്കാൻ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാണ് ഞാൻ വിളിക്കുന്ന എന്റെ ദൈവം അല്ലെങ്കിൽ എന്റെ യൂണിവേഴ്സ് എന്റെ മുന്നിൽ എത്തിച്ചു തന്നിട്ടുള്ള സഹായങ്ങൾ. എനിക്കിതൊക്കെ ലഭിച്ചിട്ടുള്ളതാണ്. ഈ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ ഞാൻ കടന്നുപോയതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്ര തറപ്പിച്ച് പറയുന്നത്. നമ്മൾ എത്രത്തോളം കഷ്ടതയിലൂടെ പോയിട്ടുണ്ടോ തീർച്ചയായിട്ടും അത്രയും ബെറ്റർ ആയിട്ടുള്ള ലൈഫ് നമ്മുടെ ലൈഫ് നമുക്ക് ലഭിക്കും. അതെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ പോണേ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഈ റീഡിങ് നിങ്ങൾ വിശ്വസിക്കണം. ഇതെല്ലാം കേട്ടിട്ട് കളിയാക്കി ചിരിച്ചു തള്ളിയാൽ ആ തള്ളുന്നവർക്ക് ലഭിക്കില്ല. പക്ഷെ ഇതൊക്കെ എനിക്ക് ലഭിക്കും, ഇതൊക്കെ എന്റെ ലൈഫിലേക്ക് വരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കും. എന്തും വിശ്വസിക്കുന്നവർക്കാണ് ലഭിക്കുന്നത്, ആഗ്രഹിക്കുന്നവർക്കാണ് ലഭിക്കുന്നത്. ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ലഭിക്കും. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ലഭിക്കും. ഞാൻ എന്ത് കാര്യം ആഗ്രഹിച്ചാലും അതെന്റെ ലൈഫിലേക്ക് വരും. അങ്ങനെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് ലഭിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താഗ്രഹിച്ചിട്ടുണ്ടോ അതൊക്കെ എന്റെ ലൈഫിലേക്ക് എത്തുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എത്തും, നിങ്ങളും ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തും. നിങ്ങൾ ആഗ്രഹിക്കണം, അതെനിക്ക് ലഭിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കണം. തീർച്ചയായിട്ടും എത്തും. അപ്പൊ ഇനി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഈ റീഡിങ്ങിൽ. ഇനി ഞാൻ പ്രത്യേകിച്ച് എന്താണ് എടുത്ത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക. ഈ കാർഡുകളൊക്കെ കണ്ട എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എനിക്ക് റീഡിങ് എടുക്കാൻ എൻ്റെ കയ്യിലുള്ള കാർഡുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള കാർഡുകൾ എനിക്കിതാ. അത് ഞാൻ എപ്പോഴും ഈ കാർഡുകൾ എടുത്ത് റീഡ് ചെയ്യുന്നത് കേട്ടോ.
ഇതിനകത്ത് ഈ കാർഡുകളിലൊക്കെ എപ്പോഴും മാലാഖമാർ ഏഞ്ചലാണ് കൂടുതലുള്ളത്. എനിക്ക് ഏഞ്ചലിന്റെ മെസ്സേജസ് ആണ്, നമുക്ക് ഏഞ്ചൽ തരുന്ന മെസ്സേജസ് അതിൽ കൂടുതൽ. അപ്പൊ എനിക്കിത് ഈ കാർഡ് വെച്ച് റീഡ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ വരുന്നത് ഈ ഒരു കാർഡിലൂടെ. അപ്പൊ എൻ്റെ ഈ റീഡിങ് ഈ സെക്കൻഡ് പൈൽ എടുത്തവർക്ക് ഇത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവും. എല്ലാവർക്കും ഈ ഒരു സെക്കൻഡ് പൈൽ എടുത്തവർക്ക് ആർക്കെങ്കിലുമൊക്കെ ലോട്ടറി അടിക്കുന്നുണ്ടെങ്കിൽ അറിയിക്കണം, ചെറിയ എമൗണ്ട് ആണെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. കമന്റ് ചെയ്യണം, എന്നെ വിളിച്ച് പറയുന്നേക്കാൾ നിങ്ങൾ ആ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. അപ്പൊ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സഹായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്നെ അറിയിക്കണം. ഇതിലൂടെ അറിയിക്കണം, മറ്റുള്ളവരും അത് കാണുമല്ലോ, അവർക്കതൊരു സന്തോഷമല്ലേ, ഒരു പ്രചോദനമല്ലേ. അപ്പൊ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വിദേശത്ത് പോകാനായിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് വിദേശത്ത് പോകാൻ കാത്തിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിസ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഓഫർ ലെറ്റർ എന്താണ് നിങ്ങൾ കാത്തിരിക്കുന്നത് ലഭിക്കാൻ പോവാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാം, വിദേശത്ത് പോവാം, ഇഷ്ടംപോലെ സമ്പാദിക്കാം. പഠിത്തം കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ ജോലി ലഭിക്കും, ഇഷ്ടംപോലെ സമ്പാദിക്കാൻ കഴിയും. ഇത് കുറച്ച് പേരോടുള്ള റീഡിംഗ് ആണെന്ന് വിചാരിക്കണം കേട്ടോ. എല്ലാവർക്കും അല്ല, ഇത് കാണുന്ന എല്ലാ സ്റ്റുഡൻസിനും അല്ല, തീർച്ചയായും പക്ഷെ എല്ലാവർക്കും ലഭിക്കും. ഒരു പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. നിങ്ങളുടെ സമയം കുറച്ചും കൂടെ ഒന്ന് കഴിയണമായിരിക്കും. എല്ലാവർക്കും ഒരു സമയമുണ്ട്, ആ വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടേതായിട്ടുള്ള ഒരു സമയം എത്തുമ്പോഴേ നിങ്ങൾക്ക് ലഭിക്കൂ എന്ന് വിചാരിച്ചാൽ മതി. ഈ ഒരു സമയത്ത് നടന്നില്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കാത്തിരുന്നാൽ മതി, അത് നടക്കും. നിങ്ങൾ അത് പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോകും. നമ്മൾ എന്താഗ്രഹിച്ചാലും അത് ദൈവം നമുക്ക് തരും, അല്ലെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് തരും. അത് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം യൂണിവേഴ്സ് തരുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുക, തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താഗ്രഹിച്ചിട്ടുണ്ടോ അതൊക്കെ എനിക്ക് ലഭിക്കും, ചെറുതായാലും വലുതായാലും എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ അങ്ങനെ യൂണിവേഴ്സിനെ വിശ്വസിക്കൂ, എങ്കിലും നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെ വിശ്വസിക്കൂ, ഏത് ദൈവമായാലും ആ ദൈവത്തിനെ വിശ്വസിക്കൂ, പ്രാർത്ഥിക്കൂ, മാനിഫെസ്റ്റേഷൻ, മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാതിരിക്കത്തില്ല, ഈ റീഡിങ് കണ്ടാൽ ആർക്കാണ് ഇഷ്ടപ്പെടാത്തല്ലേ? ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും ഈ ഒരു റീഡിങ് പോലെ, അല്ലെങ്കിൽ ഫസ്റ്റ് റീഡിങ്ങും നല്ലതായിരുന്നു, അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട് ഈ റീഡിങ്ങിനേ ഉള്ളൂ. അപ്പൊ എൻ്റെ ഈ 2 റീഡിങ് നിങ്ങൾക്കെല്ലാം ഈ റീഡിങ്ങിൽ കാണുന്നത് പോലെയുള്ള അഫോർട്ടി നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ യൂണിവേഴ്സിനോട്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീരട്ടെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ ഒരു പൈൽ 2ന്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എപ്പോൾ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.